നമസ്കാരം. എല്ലാവർക്കും നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ജൂൺ 30 തിങ്കൾ. SFI അഖിലേന്ത്യാ സമ്മേളനം അവസാനിച്ചു. ആദർശ് എം സജി പ്രസിഡന്റ്, ശ്രീജൻ ഭട്ടാചാര്യ ജനറൽ സെക്രട്ടറി. 1,00,000 വിദ്യാർത്ഥികളുടെ റാലി ഇന്ന്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അന്വേഷണത്തിന് 4 അംഗ സമിതി. സർക്കാർ ആശുപത്രികളെ അടച്ചാക്ഷേപിക്കരുത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗത്തിൽ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്ന വകുപ്പ് മേധാവി ഹാരിസ് ചിറക്കലിൻ്റെ ആരോപണം അന്വേഷിക്കാൻ 4 അംഗ സമിതിയെ നിയോഗിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ, കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ എസ് ഗോമതി, കോട്ടയം മെഡിക്കൽ കോളേജ് യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ എ ടി രാജീവൻ എന്നിവരാണ് സമിതിയിലുള്ളത്. ഉപകരണങ്ങളുടെ ലഭ്യത, ശസ്ത്രക്രിയ മുടങ്ങിയവയുടെ സ്ഥിതി പരിശോധിക്കും. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധന. ലോകം കേരളത്തിലേക്ക്. ബിരുദം മുതൽ ഗവേഷണം വരെ അപേക്ഷകരുടെ എണ്ണം വർദ്ധിച്ചു. കേരള സർവകലാശാലയിലാണ് കൂടുതൽ വിദ്യാർത്ഥികൾ. കൂടുതൽ അപേക്ഷകർ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്. ആകർഷണം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗവേഷണ സൗകര്യങ്ങൾ. കേരളത്തിലെ സമാധാനാന്തരീക്ഷവും പ്രകൃതി ഭംഗിയും മറ്റൊരു ഘടകം. 5 വർഷത്തിൽ കേരളത്തിലെത്തിയ വിദേശ വിദ്യാർത്ഥികൾ. മുല്ലപ്പെരിയാർ സ്പിൽവേ ഷട്ടറുകൾ 30 സെന്റിമീറ്റർ ഉയർത്തി. പ്രവർത്തന സജ്ജമായി മൊബൈൽ വെറ്ററിനറി യൂണിറ്റ്. ൽ വിളിക്കാം. വീട്ടുമുറ്റത്ത് മൃഗചികിത്സ തയ്യാർ. രാത്രികാല സേവനവും ലഭ്യം. മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകൾ ജില്ലയിൽ പ്രവർത്തന സജ്ജം. വെറ്റിനറി സർജനും അറ്റൻഡറും അടങ്ങുന്ന 5 ആംബുലൻസാണ് മൃഗസംരക്ഷണ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അതും നല്ലൊരു പരിപാടിയാണ്. സൂംബ പരിശീലനത്തിൽ അനാവശ്യ വിവാദം. സ്കൂളിലെ കാര്യം സർക്കാർ തീരുമാനിക്കും. അക്കാദമിക് കാര്യങ്ങൾ ആജ്ഞാപിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിനും മാനസികോല്ലാസത്തിനും വേണ്ടിയുള്ള നൃത്തത്തിനെതിരെ ഉയരുന്ന എതിർപ്പ് ബാലിശമെന്ന് SNDP. മെഡിക്കൽ കോളേജുകൾ പ്രതിസന്ധിയിൽ നിന്ന് വ്യാജ വാർത്ത. ലക്ഷ്യം വിവാദം. പൊതുജനാരോഗ്യ മേഖലയിലെ ജനവിശ്വാസം തകർക്കാൻ മാധ്യമ നീക്കം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ടെന്ന ആക്ഷേപമുയർന്നതോടെ മെഡിക്കൽ കോളേജുകളിലാകെ പ്രതിസന്ധി എന്ന വാർത്ത സൃഷ്ടിച്ച് പൊതുജനാരോഗ്യ മേഖലയിലെ ജനവിശ്വാസം തകർക്കാൻ മാധ്യമ നീക്കം. ഒരാഴ്ച മുമ്പ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയകൾ മുടങ്ങിയപ്പോൾ നിശബ്ദരായിരുന്ന മാധ്യമങ്ങളാണിത്. വർഗീയ സംഘർഷം ഇല്ലാതാക്കുന്നതിൽ പോലീസിന് വലിയ പങ്ക്. കിസാൻ സഭ കേന്ദ്ര കൗൺസിൽ യോഗം തുടങ്ങി. അഖിലേന്ത്യാ പണിമുടക്കിൽ കർഷകരും അണിചേരും. കോൺഗ്രസ് അണ്ണൻ തമ്പി കളിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ. തരൂരിൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ്. ചെന്നിത്തല.
KSEB ഡിപ്പോസിറ്റ് തുകയുടെ പലിശ നൽകി തുടങ്ങി. ദേശാഭിമാനി എഡിറ്റോറിയൽ. സാന്ത്വനമെന്ന മഹാദൗത്യം. കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പറ്റാത്ത ഉറവകൾ ഒഴുകിപ്പരക്കുന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം. കിടപ്പ് രോഗികളെ സ്നേഹത്തോടെ പരിചരിക്കുകയും ആത്മാർത്ഥമായ കരുതൽ നൽകുകയും ചെയ്യുന്ന ഒരു മഹാദൗത്യത്തിന് സർക്കാർ ശനിയാഴ്ച തുടക്കം കുറിച്ചപ്പോൾ കേരളത്തിൻ്റെ മനുഷ്യസ്നേഹം ഒരിക്കൽ കൂടി രാജ്യവും ലോകവും ശ്രദ്ധിക്കുകയാണ്. ഏറെ സമർപ്പണം അനിവാര്യമായ ഒരു മേഖലയിൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്ന സുപ്രധാന പദ്ധതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത സാർവത്രിക സാന്ത്വന പദ്ധതിയും കേരള കെയർ പാലിയേറ്റീവ് ഗ്രിഡും. ഇന്ത്യയിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു പദ്ധതി. മനുഷ്യരുടെ ജീവനും ജീവിതവും സംരക്ഷിക്കാനും ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനും LDF സർക്കാർ നടത്തുന്നത് മാതൃകാപരമായ ഇടപെടലുകളാണ്. എല്ലാവരുടെയും സാമൂഹ്യ സുരക്ഷ, ആരോഗ്യ സുരക്ഷ, ഭക്ഷ്യസുരക്ഷ എന്നീ അടിസ്ഥാന കാര്യങ്ങളിൽ സർക്കാർ നൽകുന്ന പരിഗണനയും മുൻഗണനയും ഇതിനകം ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യസ്നേഹവും മാനവികതയുമാണ് പിണറായി സർക്കാരിൻ്റെ മുഖമുദ്ര. ഈ ദിശയിൽ വലിയൊരു ചുവടുവയ്പ്പാണ് സാന്ത്വന പരിചരണത്തിനുള്ള സമഗ്ര പദ്ധതി. ഗാസയിൽ നിന്ദ്യമായ വംശഹത്യ. വിശക്കുന്നവർക്ക് കൊടുത്ത ഭക്ഷണത്തിൽ മയക്കുമരുന്ന്. US സഹായ കേന്ദ്രങ്ങൾ ചതിക്കുഴി. ഒരു മാസത്തിനിടെ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് 549 പാലസ്തീൻകാർ. ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളുമായി ബന്ധുക്കൾ. ഓസ്കാറിൽ വോട്ട് ചെയ്യാൻ കമൽഹാസൻ. ഇത്തവണത്തെ ഓസ്കാർ ജേതാക്കളെ നിശ്ചയിക്കാൻ വോട്ട് ചെയ്യാൻ കമൽഹാസൻ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് 7 പേർക്ക് ക്ഷണം. നടൻ ആയുഷ്മാൻ ഖുറാന, സംവിധായക പയാൽ കപാഡിയ, ഡോക്യുമെൻ്ററി സംവിധായിക സ്മൃതി മുദ്ര, ഛായാഗ്രാഹകൻ രണബീർ ദാസ്, വസ്ത്രാലങ്കാര വിദഗ്ധ മാക്സിമ ബസു, കാസ്റ്റിംഗ് ഡയറക്ടർ നന്ദിനി ശ്രീകാന്ത് എന്നിവരും ഓസ്കാർ ജൂറിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. ഭരണഘടനയെപ്പറ്റി RSSന് പഴയ നിലപാടല്ലെന്ന് തരൂർ. ശരിയാണ്, കോൺഗ്രസിനെ പറ്റി തരൂരിനും പഴയ നിലപാടല്ല. വീണ്ടും കോൺഗ്രസിന് കുത്ത്. വോട്ടർ പട്ടികയിലുള്ള പൗരത്വ തെളിവെടുപ്പ് ബീഹാറിൽ കടുത്ത പ്രതിസന്ധി. മോദിയുടെ ഗൂഢാലോചന. സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത ഗ്രാമീണരും തൊഴിൽ ആവശ്യങ്ങൾക്കായി സംസ്ഥാനത്തിന് പുറത്തുള്ളവരും പട്ടികയിൽ നിന്ന് പുറത്താകുമെന്ന് ആശങ്ക. പുനഃപരിശോധിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച വോട്ടർ പട്ടിക. പുരി രഥയാത്ര. തിരക്കിൽപ്പെട്ട് 3 മരണം. ക്രമീകരണം ഒരുക്കുന്നതിൽ BJP സർക്കാർ പരാജയം എന്ന്. ഉത്തരകാശിയിൽ ഉരുൾപൊട്ടൽ. 2 മരണം, 7 പേരെ കാണാനില്ല. 85 തസ്തികയിൽ കേരള PSCയുടെയും വിജ്ഞാപനം. 85 തസ്തികയിൽ നിയമനത്തിന് PSC വിജ്ഞാപനം പുറത്തിറക്കി. 22 തസ്തികയിലാണ് നേരിട്ടുള്ള നിയമനം. 7 തസ്തികയിൽ തസ്തിക മാറ്റം വഴിയും 2 തസ്തികയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും 54 തസ്തികയിൽ NCI നിയമനവുമാണ്. ഗസറ്റ് തീയതി 17/6/2025.